ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടാ. അപ്പൊ എന്താ അങ്ങനെ വന്നിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കമന്റ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത്, വല്ല ജോലിക്ക് പോയിക്കൂടെ ചോദിച്ചിട്ട്. അപ്പൊ അതിന് ഉത്തരം നമ്മള് കമന്റ് ബോക്സിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, അതിനൊരു പൂർണ്ണത കിട്ടില്ല, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമായിരിക്കില്ല അത് ഞാൻ കമന്റിലൂടെ പറയുമ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇങ്ങനെ വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ഫസ്റ്റത്തെ കാര്യം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, കുഞ്ഞോ ഞങ്ങക്ക് താല്പര്യമില്ല. ഇവർക്ക് സ്കൂൾ ഇട്ട് വരുമ്പോഴും മദ്രസ ഇട്ട് വരുമ്പോഴും ഞാൻ അവിടെ വേണം. എനിക്ക് എവിടേക്കും പോവാൻ തന്നെ സമ്മതിക്കില്ല. ഇപ്പൊ ഇവിടുന്ന് തന്നെ ഞാൻ എങ്ങനെയും പോവാ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോവാന്നുണ്ടെങ്കിൽ എന്നെ വേഗം വായോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. പോയൊരു സുഖമില്ല പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ ഒരു സ്കൂൾ വിട്ട് വരുമ്പോഴും മദ്രസ വിട്ട് വരുമ്പോഴും ഒന്നാമത്തെ ഞാനിവിടെ ഇല്ലാന്നുണ്ടെങ്കില് ഇവന്റെ കാര്യം ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല, അവന്റേതായ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാറിയാം. പക്ഷെ ആച്ചൂട്ടനും വിഷമോളും അറിയില്ല അവർക്ക്. ഇനി മഴയൊക്കെ പെയ്തിട്ട് മഴയത്തൊക്കെ സ്കൂൾ വിട്ട് വന്ന് ചിലപ്പോ ഗ്യാസിന്റെ മുകളിലൊക്കെ ഒന്ന് ചായ വെക്കാൻ നോക്കും, എന്തേലൊക്കെ ചിലപ്പോ കാട്ടിക്കൂട്ടും. അത് കാരണം അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. നമുക്ക് പോയോടത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, എവിടെ പോയാലും സമാധാനം ഉണ്ടാവില്ല. പിന്നെ കാലത്ത് 9 മണിക്ക് പോയിട്ട് 3:30 ആകുമ്പോഴേക്കും വരാൻ പറ്റിയ ജോലിയൊന്നും കിട്ടാൻ പാകത്തിനുള്ള പഠിപ്പോ വിദ്യാഭ്യാസം ഒന്നും നമുക്കില്ല. അപ്പൊ അത് കാരണമാണ് ഞാൻ ആ വക കാര്യം. പിന്നെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാം. ടൈലറിങ് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, മുഴുവനാക്കിയിട്ടില്ല. അതൊന്നും മുഴുവനായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അത് ചിലപ്പോ ഞാന് ഇൻഷാ അല്ലാഹ് ചിലപ്പോ ഇവര് സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറോ പോയി പഠിക്കണം എന്നുണ്ട്. ഇനി നടക്കൂലെന്നൊന്നും അറിയില്ല, നടക്കൂലെന്നൊന്നും അറിയില്ല. അത് ചിലപ്പോ പോണമെന്നുണ്ട്. അങ്ങനെ ഒന്നാമത്തെ എല്ലായിടത്തും ടൈലർമാരും തുണിക്കടയും ഒക്കെയാണ്, എന്നാലും നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടൂലോ. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ പിന്നെ നമ്മുടേതായ സാധനങ്ങൾ തയ്ക്കണമെങ്കിലും പുറത്ത് നമുക്ക് കാശ് കൊടുത്തിട്ട് തയ്പ്പിക്കണ്ടല്ലോ. അപ്പൊ അതൊന്നും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലാണ്ട് എനിക്കും വലിയ താല്പര്യമില്ല ഈ കടയിലൊന്നും പോയി നിൽക്കണത്. എനിക്കും ഇഷ്ടമല്ല കേട്ടോ. തുണിക്കടയിലാണെങ്കിലും വേറെ വല്ല കടകളിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കണമെന്നൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ. അപ്പൊ 2 ആൾക്കും കൂടിയിട്ട് ഒരു വരുമാനം ആവുമ്പോ, സംഭവം ശരിയാണ്, 2 ആൾ കൂടിയിട്ട് ഒരു വരുമാനം ആവുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോവും, വലിയ ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ മക്കളുടെ കാര്യം നോക്കാണ്ട് നമ്മള് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വേണം, ഇവരെ ഏൽപ്പിച്ചിട്ട് പോവാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണം. ഇത് രാവിലെ മദ്രസ ഉണ്ട്, അവിടുന്ന് സ്കൂളുണ്ട്, അവിടുന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ 3 ആളും 3 സമയത്താ വരിക. എല്ലാരും ഒരുമിച്ചല്ല വരിക, 3 ആളും 3 സമയത്താ വരിക. അപ്പൊ അവരിവിടെ ഇവരിവിടെ എത്തിയാണാവോ എന്താ ചെയ്യണാണാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മളാകെ ആദ്യം പിടിച്ചിട്ടാവും നമ്മൾ പോയി കൊടുത്തിട്ട് നിൽക്കുക. അത് കാരണം അതുകൊണ്ടൊക്കെയാണ് ഞാൻ പുറത്തേക്ക് പോവാത്തൊക്കെ കേട്ടാ. പിന്നെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ലാഭലും മാർഗമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോ നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മൾ ഇരുന്നിട്ടാണ് നമ്മൾ ഫസ്റ്റില് നമ്മുടെ എന്താ പറയാ, ഇപ്പോഴും വലിയ ആളായി എന്നല്ലാട്ടോ പറയണത്. ഇപ്പോഴും ഞങ്ങള് പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം. പക്ഷെ നമ്മളിപ്പോ ആ വീട്ടിലാവുമ്പോ നമ്മൾ എങ്ങനെ ജീവിച്ചാലും കാണുന്നവർക്കൊക്കെ നമ്മള് അങ്ങനത്തെ വീടായിരുന്നല്ലോ വാഴാനത്തെ വീട്. പക്ഷെ ഇവിടെ നമ്മള് ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്താ പറയാ, എല്ലാരും വിചാരിച്ചു നമ്മളെ പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടി തുടങ്ങി. നമുക്ക് ആകെ 2-3 പ്രാവശ്യമായിട്ടാ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് ഒരുപാട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം കിട്ടിയത് ഇത്തിരി തോനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ കിട്ടിയത് ചെറിയ ചെറിയ സംഖ്യകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ പിന്നെ 4-ാമത്തെ വട്ടപ്പ് കിട്ടിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് വ്യൂസ് കുറവല്ലേ, വ്യൂസ് കുറവായ കാരണം നമുക്ക് പൈസ കുറവല്ലേണ്, നമുക്ക് ഡോളറൊക്കെ കേറുള്ളൂ. അങ്ങനെ അപ്പൊ നമ്മൾ എന്നെങ്കിലും ഇത് കയറി ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു യൂട്യൂബ് ചാനല് പിള്ളേരായിട്ട് തുടങ്ങിയതാണ്. കുഞ്ഞാണ് തുടങ്ങിയത്. നമ്മൾ എന്താ ചെയ്യാ, എന്താ വെച്ച് കഴിഞ്ഞാൽ റഷിക്കാക്ക് വലിയ ശമ്പളമൊന്നുമില്ല, ഗൾഫുകാരാന്നുള്ള പേരെന്നെ ഉള്ളൂ. എന്താ പറയാ, ഗൾഫുകാരുടെ ഒരുവിധമുള്ള ആൾക്കാരുടെ ഒക്കെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് എടുത്ത് നോക്കി അറിയാം, ഞാൻ തന്നെയാണ് തുടങ്ങിയത്. ഇവരാണ് കഴിഞ്ഞിട്ട് വ്യൂസ് ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോ ഉമ്മച്ചിയും കൂടി ഒന്ന് വന്നു എന്നുള്ളു. ഇവര് തുടങ്ങിയപ്പോ കമന്റ് ബോക്സ് ഓഫ് ആവുക,
പിന്നെ വീഡിയോയ്ക്കാണ് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്താ എല്ലാരും കൂടി നിർബന്ധിച്ചിട്ട്, എന്റെ താത്താടെ മോളൊക്കെ നിർബന്ധിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാന് കുഞ്ഞുമ്മ വായോ, കുഞ്ഞുമ്മ കൂടി ആവുമ്പോ രസാവും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാരും അങ്ങനെ പറഞ്ഞ കാരണം തന്നെയാണ് ഞാനും. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ, പക്ഷെ എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഒരു മടി ഉണ്ടായിരുന്നു, പിന്നീട് ഇങ്ങനെ ശീലമായതാണ്. പക്ഷെ എനിക്ക് യൂട്യൂബും കാര്യങ്ങളും വീഡിയോ എടുക്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മടിയൊക്കെ മാറി. അങ്ങനെയാണ് നമ്മള് യൂട്യൂബിലേക്ക് എന്തേലും ഒരു വരുമാനം കിട്ടൂലോ എന്ന് വിചാരിച്ചതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഒക്കെ. സംഭവം ഇതൊന്ന് കയറി ക്ലിക്കായാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീരാവുന്നതുള്ളൂ. പടച്ചവന് വിചാരിക്കണ്ടേ അല്ലെ, ഓരോരുത്തർക്കും ഓരോന്ന് പടച്ചവൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അതില് എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടാ. നമ്മള് എന്താ പറയാ, എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടാവും ഇരിക്കുന്നുണ്ടാവുക, പക്ഷെ അതൊക്കെ തകിടം മറിഞ്ഞിട്ട് എന്താ പറയാ, അതൊന്നും നേരെ വിപരീതമായിട്ടാണ് വരിക. അത് കാരണം ഇപ്പൊ കൂടുതലായിട്ട് പ്ലാനിങ്ങുകളോ ഒന്നുമില്ല. എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ വെച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. പിന്നെ ക്യാമറ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിവോയാണ് കേട്ടോ നമ്മുടെ ഫോണ്. അതിന്റെ ക്യാമറ സാധാ ക്യാമറയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ഫിൽറ്റർ ഇട്ടിട്ടൊന്നുമില്ല, സാധാ ക്യാമറയിലാണ് കേട്ടോ അത് എടുക്കുന്നത്. ഇപ്പൊ ഇത്തിരി വെളുത്തിട്ടിരിക്കുന്ന ഇത്തിരി പൗഡറൊക്കെ കുളി കഴിഞ്ഞിട്ട് ഇപ്പൊ പൗഡറൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഒറിജിനലാ, അന്നെക്കാളും പറയലെങ്കിലും ഞാൻ. അയ്യോ ആച്ചിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, ആച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. മോള് ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നുണ്ട, ചുണ്ടിന്റെ മുഖത്തായിട്ട് ഇട്ടേക്കുന്നുണ്ട. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജോലിക്കൊന്നും പോവാത്തത്. അപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെ കമന്റ് ബോക്സ് ഇത്രയും നീളത്തില് ഇങ്ങനെ എഴുതണ്ടേന്ന് വിചാരിച്ചിട്ടാണ് എഴുതി കമന്റ് അയച്ച ആൾക്കാരെ നമ്മൾ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ ചെയ്യാം, വീഡിയോയില് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കാരണമാണ് വീഡിയോയില് ഇങ്ങനെ പറയാന്ന് വിചാരിച്ചത്. പിന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഇതുവരെ ഇപ്പൊ വീഡിയോ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഞാൻ ഇതുവരെ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. അത് ഞാൻ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ പറയാത്ത നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സംഭവം എന്താ, എന്റെ ജീവിതത്തില് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ്, ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് എന്റെ ജീവിതത്തില്. അത് ഞാന് ഇപ്പോഴല്ല, ഒരു 13 വർഷം മുന്നേ ആ സംഭവം ഇപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് നാളെ മറ്റന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്യും, അല്ല 2 ദിവസത്തിനുള്ളിൽ ചെയ്യാം. അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് മാത്രമല്ല, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ കാര്യം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കണ്ട നിങ്ങൾ എല്ലാരും ചിലപ്പോ എനിക്ക് കമന്റ് ബോക്സിലൂടെ ചിലപ്പോ എന്നെ ചീത്ത പറയും, എന്താ ബുദ്ധിയില്ലെന്നൊക്കെ ചോദിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു ബുദ്ധി കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്ത പണിയാണ്. അപ്പൊ ഞാൻ അതെന്തായാലും അപ്പൊ ഒന്നുമില്ല, അത് സർപ്രൈസാ. അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടാ. അത് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം പറയാച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഇന്നിപ്പോ താത്താടെ കൂടെ ഒരു സ്ഥലം വരെ പോവാണ്ട്. ഞായറാഴ്ച താത്താടെ മോളെ കുട്ടിയുടെ 40 ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവളെ കൂടെ ഒന്ന് വടക്കാഞ്ചേരിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനായിരിക്കും. അപ്പൊ അതിന് ഒന്ന് പോണം. പിന്നെ ഞങ്ങള് ചോറൊന്നും തിന്നിട്ടില്ല കേട്ടാ. ചോറ് ഇപ്പൊ വ്യവസ്ഥക്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ ഇനി ചോറൊക്കെ കഴിക്കട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് ചോറ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പൊ എന്തായാലും കണ്ട അവന്റെ തലമറയ്ക്കുക, അതാണ് പരിപാടി, ഇതാണ് പണി. അപ്പൊ നമ്മുടെ ഷാള് ഇവിടുന്ന് ഇറങ്ങി പോവും. ഇതാണ് അവന് പിന്നിൽ ഇരുന്നിട്ടുള്ള പണി. മുടി കടിക്കുന്നുണ്ട് ഇരുന്നിട്ട്. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.